ഹലോ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. February 25. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്നില്ല, എന്നാലും എൻ്റെ ജെന്യൂനായിട്ട് ഇത് കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം നിൽക്കുക. അല്ലാത്തവർക്ക് ഞാൻ ടൈം ലാപ്സ് കൊടുത്തേക്കാം. ആ ടൈമിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനൊരു ചാനൽ തുടങ്ങാനുള്ള മോട്ടീവ് എന്താണെന്ന് ചിലർക്ക് സംശയം തോന്നും. ഇതെനിക്ക് ഇന്ന് പറയാൻ തോന്നി എന്താണെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴൊന്നും ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലങ്ങനെ തോന്നി ഇത് പറഞ്ഞാൽ കൊള്ളായിരിക്കാം. അങ്ങനെ തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇപ്പൊ പറയുന്നത്. സീരിയസ് ആയിട്ട് എനിക്ക് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് 8-9 മാസമായി. ഇതിന് റീച്ച് കിട്ടി വരുന്നതേ ഉള്ളൂ. ഐ നോ ഇറ്റ് ടേക്സ് ടൈം, റൈറ്റ്? സോ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുള്ള മോട്ടീവ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് തന്നെ പറയാം. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് കമ്പനി ഇല്ലാത്ത ഫ്രണ്ട്സ് ആണെന്ന് പറയാം. ഇപ്പോൾ കമ്പനിയുള്ള ഫ്രണ്ട്സ് എല്ലാം എനിക്ക് പ്യുവറായിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സാണ്. ഞാൻ അവരൊന്നും അല്ല പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഷോർട്ട് ഫിലിം ഡയറക്ഷൻ ഇങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമാണ്. ഈ സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി ഇങ്ങോട്ടൊക്കെ പോകാനാണ് ഭയങ്കര താല്പര്യം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ബഡ്ജറ്റ് അങ്ങനെയൊന്നുമില്ല, എല്ലാം പേരൻസിന്റെ പൈസയാണ്. കാരണം ഞാൻ ഇപ്പോൾ കോളേജ് പഠിക്കുന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് ഇയറിൽ വെച്ച് ഞാൻ ഒരു ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് വിചാരിച്ചു. 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അഭിനയിക്കാൻ വേണ്ടി. സോ അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അവന്മാരൊക്കെ മാക്സിമം ശ്രമിച്ചു. അതിൽ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഞാൻ പറഞ്ഞു വരാം. അപ്പം ഇതിനു വേണ്ടി എനിക്ക് അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം എടുക്കണം. ഞാൻ എടുത്ത സാധനം എനിക്കൊന്ന് കാണണം. എൻ്റെ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കാണിക്കണം, അവരെന്ത് പറയുന്നു, അങ്ങനെയൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അതിനു വേണ്ടി ഷോർട്ട് ഫിലിം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അതും ഫസ്റ്റ് ഇയർ DPharm ആണ്. അതിന്റെ ക്ലാസ്സിന്റെ ഇടയിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എക്സാം ഒക്കെ ആവാറായി, എന്നാലും ഭയങ്കര ഇതിൽ ഞാൻ ഓക്കെ എന്തോ ആവട്ടെ ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് സ്ക്രിപ്റ്റ് എല്ലാം എഴുതിയിട്ട് അവന്മാരെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ അഭിനയിക്കണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഒരുപാട് റിഹേഴ്സൽ എടുത്തു. ഒരു ഹോസ്റ്റലുണ്ട് നമുക്ക്. ആ ഒരു ഹോസ്റ്റലിൽ പോയിരുന്ന ഈ റിഹേഴ്സലും എല്ലാം നടത്തുന്നത്. സോ അവിടെ വിളിച്ചുകൊണ്ട് പോയി അവിടെ ഒരു കുറേ മണിക്കൂർ റിഹേഴ്സലും എല്ലാം നടത്തി. ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ ട്രൈപോഡ് റെന്റ് എടുത്ത്, ഒരു ക്യാമറ റെന്റ് എടുത്ത്. എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് ഒരു ബേസിക്സ് പോലും അങ്ങനെ വലുതായിട്ട് പിടുത്തമില്ല. അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ ഈ ഷൂട്ടിംഗ് എടുക്കാൻ നേരത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചായിരുന്നു. ചെയ്യാന്ന് പറഞ്ഞു വന്ന് ഹോസ്റ്റലിൽ നിന്നിട്ട് ഈ ഒരു ഡിജിറ്റൽ ക്യാമറ അല്ലെങ്കിൽ ഇതൊന്നും അവനങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സീരിയസ്ലി ഞാൻ ഒരു ക്യാമറ റെന്റിനെടുത്ത് തന്നെ 10,000 രൂപയാണ്. സോ ആ പൈസ അത് എന്റെ പൈസ അല്ല, എന്റെ അച്ഛന്റെ പൈസയാണ്. ആ പൈസക്ക് ഒരു വാല്യൂ ഇല്ലാതെ അവിടെ ആയിപ്പോയി. സോ ഇവൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ അവന്റെ ഐഫോൺ ഉണ്ട്. സോ ഐഫോൺ വെച്ച് വീഡിയോ എടുക്കാന്നാ പറഞ്ഞത്. ഐഫോണിൽ ഇതിനേക്കാളും നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന പറഞ്ഞത്. സോ അതുകൊണ്ട് ആ ഒരു ഇത് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ആകെ അതിനെ കൊണ്ട് ആ ഒരു ക്യാമറ കൊണ്ടൊരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി, അത്ര മാത്രമേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ അവൻ പറഞ്ഞ് എടാ ഞാൻ ഐഫോണും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവനെ വിളിച്ച് ഇവനൊരു അനക്കവും ഇല്ല. ഓക്കെ, ആലോചിച്ച് നോക്ക്, ഇത്രയും പേരുടെ ടൈം ഇവിടെ വേസ്റ്റാണ്. ആരൊക്കെയാണ് ഈ അഭിനയിച്ച കുറച്ച് പേരുണ്ട്. സോ ഇവന്മാരുടെ ടൈം ഫുള്ള് വേസ്റ്റ് ആണ്. ഞാൻ ഇവന്മാരെ പിടിച്ചു നിർത്തി ഇങ്ങനെയൊക്കെ അഭിനയിക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതൊക്കെ ഈ ഷോർട്ട് ഫിലിം യൂട്യൂബിലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ഞാൻ തന്നെ ചെയ്ത് എങ്ങനെയൊക്കെയോ അഭിനയിപ്പിച്ചതായിരുന്നു. എല്ലാം പോയായിരുന്നു, പോട്ട് വിട്ട്. അവസാനം അവനും വരൂല, എനിക്കറിയാം അവന് താല്പര്യമില്ലെന്ന് മനസ്സിലായി എനിക്ക്, ആ ഒരു ക്യാമറാമാന്. സോ അതുകൊണ്ട് ഞാൻ അത് വിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ഫോണിൽ, സീരിയസ്ലി എൻ്റെ ഈ ഒരു ഫോണെന്ന് പറഞ്ഞാൽ അതിൽ ഈ ഒരു ഭയങ്കരമായിട്ട് സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല. സാധാരണ നോർമൽ ഫോണാണ്, ഒരു 20K അടുപ്പിച്ച് വരുന്ന ഒരു ഫോണാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ അത്ര ഒരു ഇതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു മൂവി അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ലെവൽ എടുക്കാനുള്ള ഒന്നും ഇല്ലായിരുന്നു അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിലെടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒന്നുമില്ലായിരുന്നു. ട്രൈപോഡും ഉണ്ടായിരുന്നു, ഈ ഒരു ഫോണും ഉണ്ടായിരുന്നു. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. ഇതും കൊണ്ട് വന്നിട്ട് ഞാൻ ഷോർട്ട് ഫിലിം എടുത്ത്. ഇതൊക്കെ പഠിക്കാനുള്ള സ്റ്റഡി ലീവാണ്. ഇപ്പോൾ ഈ സ്റ്റഡി ലീവായിട്ടുള്ള ടൈമിലാണ് ഞാൻ അതെല്ലാം എടുത്തത്. അവന്മാരെ പഠിക്കാനുള്ള ടൈം എല്ലാം വേസ്റ്റാക്കി ഞാനാണ്. സോ അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അതുകൊണ്ട് അവസാനമായപ്പം ഒരു ഉപയോഗമില്ലാതായി പോയി. എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്തു കഴിഞ്ഞ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അതിനെ എഡിറ്റ് ചെയ്ത് ഞാൻ എഴുതിയ കഥയല്ല അവസാനം എടുത്തു വന്നപ്പോൾ കണ്ടത്. കാരണം ഞാൻ ഈ പെട്ടെന്ന് എടുത്ത ഒറ്റ ദിവസം കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊന്നൊക്കെയും ചെയ്തു വെച്ച്. പക്ഷെ അതിൽ ഒരു സുഖമില്ല, കണ്ടിട്ട് എനിക്ക് തൃപ്തി വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു മനസ്സിൽ എനിക്ക് ഒരുമാതിരി ഭയങ്കരമായിട്ട് ഫീൽ ആയിപ്പോയി. സോ അതുകൊണ്ട് ഇപ്പം ഇവന്മാരുടെ ചോദിച്ചായിരുന്നു, ഈ അഭിനയിച്ച രണ്ടുപേരുടെ ചോദിച്ചായിരുന്നല്ല ആ ഷോർട്ട് ഫിലിമിന്റെ വീഡിയോ ഒന്ന് അയച്ചു തരാൻ വേണ്ടി. പക്ഷെ ഞാൻ അയച്ചു കൊടുത്തില്ല. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവന്മാരുടെ എഫേർട്ടിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അത്രയ്ക്കും വിഷമിച്ചു പോയി പറഞ്ഞു. അവന്മാരടുത്ത് ഞാൻ എന്ത് പറയും? കാരണം ഒരു പൈസ പോലും ഉണ്ടെന്ന് വാങ്ങാനാണ് അവന്മാർ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞു വന്നത്. അവന്മാർ ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചത് എല്ലാം വേസ്റ്റായി പോയില്ലേ. സോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ആരെയും വെറുക്കാനും മറ്റേതൊന്നിനും പോകുന്നില്ല, ആരും കുറ്റപ്പെടുത്താനും പോകില്ല. എല്ലാം എന്റെ തെറ്റെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഓക്കെ, ഞാൻ അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തെടുക്കാത്തതിന്റെ തെറ്റാണെന്ന് വിചാരിച്ചു. എന്തോ ആവട്ടെ, ആരെന്തോ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്നാലും എന്റെ മനസ്സിലൊരു വാശി ഉണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം എടുക്കണം. പക്ഷേ അത് എന്റെ പൈസയിലായിരിക്കണം. എന്റെ അച്ഛൻ്റെ അമ്മേന്റെ പൈസ ഞാൻ ചിലവാക്കി കുറെ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞുകൊണ്ട് 10,000 6,000 അവര് കഷ്ടപ്പെടുന്ന എനിക്കറിയാവൂ. സോ ആ പൈസ അത്രയും ഞാൻ കളഞ്ഞിട്ട്
എന്നിട്ട് എന്ത് ചെയ്യാനാണ്, സ്വന്തം പൈസ നിന്നിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയത്. അതിൽ വേണം അപ്ലോഡ് ചെയ്യാം. അതിന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പോൾ അതിന്റെ കണ്ടന്റ് എന്തായിരിക്കും, ഒരു മൂവി എക്സ്പ്ലനേഷൻ ആയിരിക്കാം. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ആ ഒരു കണ്ടന്റ് ഞാൻ തീരുമാനിച്ചെടുത്തത്. എന്തായാലും ഒരു വാശിയുണ്ട്, ഈ ഒരു 1 ഇയർ കൊണ്ട് യൂട്യൂബിൽ നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് ഒപ്പിച്ചെടുക്കണം. പിന്നെ ഈ ഒരു 1 ഇയർ കൊണ്ട് എനിക്ക് അടുത്തൊരു ഷോർട്ട് ഫിലിം എടുക്കും. സ്റ്റോറി എല്ലാം പ്രോപ്പറായിട്ട് എൻ്റെ കയ്യിലുണ്ട്. സോ അതിനു വേണ്ടി ബാക്കിയൊക്കെ ഞാൻ പിന്നെ പറയാം. അത് വലിയ പ്രോസസ്സാണ്. ഫസ്റ്റ് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ആവാറുണ്ട്. സോ അതിനുവേണ്ടി ഈ ഒരു ബർത്ത്ഡേ ഡേ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും വിടുക. ഈ ചാനൽ എന്തായാലും എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ട് പറയാം. അത് വളർന്ന് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊന്നും ആകുമ്പോൾ അത് ഞാൻ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടോ. സോ ബൈ. ഹലോ ജിയോങ്സ്, വെൽക്കം ടു മൈ ചാനൽ കിരൺസ് ഇൻസൈറ്റ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് യുവർ ലൈൻ ഏപ്പിളിന്റെ സീസൺ 1 എപ്പിസോഡ് 8 കൂടുതൽ സംസാരിക്കാതെ നമുക്ക് ആനിമയിലേക്ക് പോകാം. അങ്ങനെ നമ്മളുടെ ആരിമ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ അവൻ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ, അവൻ ഫ്രീസായി പോയിട്ട് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ അങ്ങനെ നേരെ നോക്കുന്നത് അവിടെ ഒരു ലൈറ്റ് പ്രകാശം കണ്ടു. സോ അവൻ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴാണ് അവന് അന്ന് ആ ടൈമില് നമ്മളുടെ കോരി പെർഫോമൻസ് ചെയ്തത് അവനിപ്പോ ഓർമ്മ വരുന്നത്. സോ അവിടെ വെച്ച് സിംബോളിക്കായിട്ട് നമ്മളോട് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, കോറി അവനൊരു പ്രകാശം പോലെയാണ് അവന്റെ ലൈഫില്. അവൻ എപ്പോ ഡൗൺ ആയിരിക്കുന്നോ അപ്പോഴൊക്കെ അവന് കോരി ഓർമ്മ വരും. സോ അപ്പോൾ അവൻ വീണ്ടും ബ്രൈറ്റ് ആകും, അവൻ വീണ്ടും മോട്ടിവേറ്റ് ആകും. സോ അങ്ങനെ മോട്ടിവേറ്റ് ആക്കുന്ന ഒരു പ്രകാശം പോലെയാണ് കോറി എന്നാണ് ഇവിടെ ഒരു സിംബോളിക്കായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അങ്ങനെ അവൻ ആ ഒരു ലൈറ്റിൽ നോക്കിയപ്പോൾ കോറി പെർഫോമൻസ് ചെയ്യുന്നതൊക്കെ അവനിങ്ങനെ ഓർമ്മ വരികയാണ്. കോറിയുടെ ആ ഒരു മുഖം ഓർമ്മ വരികയാണ്. സോ അപ്പം ആസ് യൂഷ്വൽ അവനൊരു ഫീലിങ്സ് വരികയാണ്, എനിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്റെ ഒരു മ്യൂസിക് കാണാൻ വേണ്ടിയാണ് ഇത്രയും ഓഡിയൻസ് എന്റെ ചുറ്റും നിൽക്കുന്നത്. സോ അവരെ ഞാൻ തൃപ്തിപ്പെടുത്തണം. അതിലുപരി എനിക്ക് എന്റെ കോരിയുണ്ട്. അവള് ലവർ ആയിരുന്നു പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു. ആ ഒരു നല്ലൊരു ഫ്രണ്ടിന് വേണ്ടി ഞാൻ ഇന്നിവിടെ പെർഫോമൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആ ഒരു പിയാനോ അവന് വേണ്ടി മാത്രമല്ല ആ ഒരു ടൈമിൽ അവൻ പെർഫോമൻസ് ചെയ്യുന്നത്. അവന്റെ കോരിക്ക് വേണ്ടി, അവന്റെ കൂടെ ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത് നിന്ന കോരിക്ക് വേണ്ടി, കോരിയുടെ സന്തോഷത്തിന് വേണ്ടിയും കൂടെയാണ് അവൻ പെർഫോമൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ വെച്ച് വീണ്ടും മനസ്സിലാക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഇവൻ അവന്റെ അമ്മയെ പോലെയാണ് ഇപ്പൊ കോരയെ കാണുന്നത്. അത് നമുക്ക് വഴിയെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു അമ്മയെ പോലെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് ഞാൻ അവളെ വച്ചെന്നുള്ള കാര്യം. ഓക്കെ, അവൻ ഓരോ നോട്ടും പ്രോപ്പറായിട്ട് പ്ലേ ചെയ്യുകയാണ്. ഇതെല്ലാം അവന്റെ കോരിക്ക് വേണ്ടി മാത്രമാണ്. അവന്റെ റൈവൽസ് ആയിട്ടുള്ള ആരും നമ്മുടെ എമിയും തക്കേഷിയും അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം പെർഫോമൻസ് ചെയ്തതുപോലെ അല്ലല്ലോ ഇവൻ ചെയ്യുന്നത്. നമ്മളുടെ എമിക്കാണെങ്കിൽ ഭയങ്കര നൊസ്റ്റടിക്കുകയാണ്. കാരണം പണ്ട് അവനെ കണ്ടല്ലേ ഇത്രയും വളർന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇത്രയും നന്നായിട്ട് പെർഫോമൻസ് വീണ്ടും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു നൊസ്റ്റടിക്കുകയാണ്. അവനാണെങ്കിൽ മ്യൂസിക് അത്രയ്ക്കും ഫീൽ ചെയ്താണ് വായിക്കുന്നത്. അത് അവന്റെ ഫ്രണ്ട്സിന് വേണ്ടിയും അവന്റെ കോരിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും അത്രയ്ക്കും ഫീൽ ചെയ്താണ് അവ വായിക്കുന്നത്. സോ ഇത് കോരിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം അവളുടെ ഐഡിയ എന്തായിരുന്നു, അവനൊന്ന് തിരിച്ചു വരണം, പഴയതുപോലെ തിരിച്ചു വരണം എന്നതായിരുന്നു അവളുടെ ഐഡിയ. സോ അതുകൊണ്ട് ഇപ്പൊ അവളുടെ സപ്പോർട്ട് തന്നെ ഇല്ലാതെ അവൻ വീണ്ടും ആ ഒരു പഴയതുപോലെ പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് പോലും ഓഡിയൻസിന് ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞെന്നുള്ള കാര്യം തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന്. കാരണം അവർ അത്രയ്ക്കും ലയിച്ച് ഫീൽ ചെയ്ത് ആ ഒരു മ്യൂസിക് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഫീൽ ചെയ്ത് അവരിയ്ക്കുകയായിരുന്നു. ആൻഡ് നമ്മളുടെ ആരിമയാണെങ്കിൽ നേരെ അവന്റെ അമ്മയെ വീണ്ടും ഹാലുസിനേറ്റ് ചെയ്യുകയാണ്. ഇത് ഹാലുസിനേഷൻ എന്ന് പറയാൻ പറ്റില്ല. അവന്റെ അമ്മയും ഓഡിയൻസിന്റെ കൂടെ അവന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി വന്നിരുന്ന് കാണുന്നതായിട്ടാണ് അവൻ ഹാലുസിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന് തോന്നുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പറയുന്നത് പോലെ ഭയങ്കരമായിട്ടും സാഡായിട്ടും ഒരുമാതിരി ഡിസ്റ്റർബിംഗ് ആയിട്ടൊന്നും അല്ല കാണിക്കുന്നത്. അവന്റെ മനസ്സിലുള്ള അമ്മ ഇപ്പൊ അവനെ നോക്കിക്കൊണ്ട് ചിരിക്കുകയാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളുടെ ജഡ്ജിമാരുടെ റിയാക്ഷൻ കാണിക്കുകയാണ്. അവർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകുകയാണ്. സോ ആ സീൻ അവിടെ വെച്ച് അവസാനിച്ചു. അവസാനം അവൻ മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് വേറൊരാൾ വന്നിട്ട് നമ്മളുടെ ആരിമയെ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നത് കാണിക്കുന്നത്. ഇത് ആരാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആരിമയുടെ അമ്മയുടെ ഫ്രണ്ടാണ്. ഹിരോക്ക എന്നാണ് പേര്. അവരെന്ന് പറഞ്ഞാൽ ജപ്പാനിലുള്ള ഭയങ്കരമായിട്ടുള്ള പിയാനിസ്റ്റാണ്, ഒരു കിടിലൻ പിയാനിസ്റ്റാണ്. അവര് വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് നാളത്തേക്ക് ശേഷം നമ്മളുടെ ആരിമ വീണ്ടും തിരിച്ചു വന്നു. ഈ ഒരു പെർഫോമൻസ്, ഈ ഒരു മ്യൂസിക് എറയിലേക്ക് അവൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് സന്തോഷമാവുകയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആരിമയുടെ ഒരു കുട്ടിക്കാലം കാണിക്കുകയാണ്. ആ ഒരു കുട്ടിക്കാലത്ത് നമ്മളുടെ ആരിമയുടെ കൂടെ ഇരുന്ന് പിയാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ നമ്മളുടെ ഹിരോക്ക മാത്രമേ ഉള്ളായിരുന്നു. സോ അങ്ങനെയൊക്കെ
പഠിപ്പിച്ച് വളർത്തിയ ഒരു കുട്ടി ഇപ്പൊ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അമ്മയുടെ ഫ്രണ്ടും കൂടെയാണ്. അപ്പൊ അറിയാലോ ആ ഒരു ഫീലിങ്സ് ഇങ്ങനെ ആയിരിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ആരുമയുടെ ഫ്രണ്ട്സിനെയും കൂടെ ഈ ഒരു ഹീറോ ഒക്കെ കാണുകയാണ്. സോ കണ്ടിട്ട് ഈ ഒരു ഫ്രണ്ട്സും കൂടെ കാരണമായിരിക്കാം ഇവന് ഇത്രയും നല്ല മാറ്റം വന്നതെന്ന് വിചാരിച്ച് നമ്മളുടെ ആരുമയോട് ഹീറോക്കെ പറയുകയാണ്, ഇതിലെ രണ്ടുപേരിൽ ആരെങ്കിലും, ഐ മീൻ രണ്ടുപേരും ഗേൾസ് അല്ലേ, സോ ഈ രണ്ട് ഗേൾസിൽ ആരുടെത്തെങ്കിലും നിനക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടെങ്കിൽ നീ പോയി പറയണം, കൺഫേസ് ചെയ്യണം എന്ന് പറയുകയാണ്. അവർക്ക് മനസ്സിലായി, കാരണം ഇത്രയും ചേഞ്ച് ഒന്നും പെട്ടെന്ന് വരില്ലല്ലോ. സോ നമ്മളുടെ ഹീറോയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആരുമയ്ക്ക് അങ്ങനെ ആരുടെത്തും ഇല്ലെന്ന് പറയാനും പറ്റില്ല. ആരുടെത്താണുള്ളത്? നമ്മളുടെ കോരി അപ്പൊ കാണിക്കുകയാണ്. യെസ്, നമുക്ക് തന്നെ അറിയാം, കോരിക്കും അവന്റെ അടുത്തുണ്ട്, അവനും കോരിയുടെ അടുത്തുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സ് ഉണ്ട്. പക്ഷെ രണ്ടുപേരും തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് കാണിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നടക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആര്യമ്മയ്ക്ക് സെലക്ഷൻ കിട്ടുന്നില്ല, ഡിസ്ക്വാളിഫൈ ചെയ്ത് വിടുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആര്യമ്മയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് പെർഫോമൻസിനിടയിൽ ഫ്രീസ് ആയില്ലേ, സോ അതുകൊണ്ടാണ് ഡിസ്ക്വാളിഫൈ ചെയ്ത് വിട്ടത്. ഓക്കെ, നമ്മുടെ തക്കേഷിയും എമിയും ഇത് കണ്ട് സങ്കടപ്പെടുകയാണ്. കാരണം കോമ്പറ്റീറ്റേഴ്സ് അല്ലേ. ഇവന് ഈ ഒരു തക്കേഷിക്ക് ഒരു ഡ്രീം ഉണ്ട്, ഇവനെ തോപ്പിച്ച് മുന്നേറണമെന്ന്. പക്ഷെ പറ്റിയില്ല. നമ്മളുടെ ആര്യമ്മ പെട്ടെന്ന് ഡിസ്ക്വാളിഫൈ ആയി പോയിരിക്കുകയല്ലേ. സോ അതുകൊണ്ട് നമ്മുടെ തകേഷി നമ്മളുടെ ആര്യമ്മയോട് വന്നിട്ട് നീ മനഃപൂർവ്വം തോറ്റ് തന്നതല്ലേ എന്നൊക്കെ പറയുകയാണ്. പക്ഷെ നമ്മളുടെ എമിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്താണെന്ന് പറഞ്ഞാൽ അവൻ അവിടെ വെച്ച് ഫ്രീസ് ആയി പോയതൊക്കെ നമ്മളുടെ എമി ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ നമ്മളുടെ ആര്യമ്മ ഇവരോട് പറയുകയാണ്, ഞാൻ എന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്താണ് പിയാനോ പ്ലേ ചെയ്തത്, പക്ഷെ എനിക്ക് ക്വാളിഫൈ ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് എന്റെ ജേർണി സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഞാൻ തോറ്റതും എനിക്ക് കുഴപ്പമില്ല, ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടാണെങ്കിൽ പോലും നിങ്ങളും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതോർക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാൻ അവൻ പറയുകയാണ്. സോ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മളുടെ തകേഷി ആണെങ്കിൽ അവന്റെ ആ ഒരു മൈൻഡ് തന്നെ മാറ്റുകയാണ്. യെസ്, ഇപ്പോഴും കോമ്പറ്റീറ്റർ തന്നെയാണ്, അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവന്റെ ക്യാരക്ടറിന് വന്ന ചേഞ്ച് ഒക്കെ അത് നമ്മളുടെ തകേഷിക്ക് കുറച്ചൊന്ന് സന്തോഷമാക്കുകയാണ്. ആൻഡ് ഇവനെ എനിമയായിട്ട് കാണേണ്ട രീതിയൊന്നുമില്ല, ജസ്റ്റ് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്നൊരു ഇത് കൊണ്ടുവരികയാണ്. നമ്മളുടെ തകേഷി കുട്ടിക്കാലത്ത് കണ്ട ആരുമയല്ല ഇപ്പോൾ കാണുന്ന ആരുമ എന്ന് പറയുന്നത്. അവന്റെ പേഴ്സണാലിറ്റിയിൽ തന്നെ നല്ല ചേഞ്ച് ഉണ്ട്. സോ അത് തകേഷിക്ക് മനസ്സിലാവുകയാണ്. സോ അങ്ങനെ അന്ന് രാത്രി ഇവർ 4 പേരും തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. ആ ടൈമിൽ 4 പേര് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കോരിയുണ്ട്, സുബാക്കിയുണ്ട്, വട്ടാരിയുണ്ട്, നമ്മളുടെ ആരുമയുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അവൻ ഡിസ്ക്വാളിഫൈ ആയെന്നുള്ളതിന് ഒരു വിഷമമില്ല, കാരണം അവൻ പെർഫോമൻസ് ചെയ്തു തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. സോ അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ നമ്മുടെ ഹീറോക്കെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ നമ്മളുടെ ആരുമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവരെ കണ്ടതോടെ അവൻ ഒരു കോഫിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അവർ ഭയങ്കര സന്തോഷവും അഭിമാനവുമാണ്, കാരണം അവനിപ്പോൾ തിരിച്ചു വന്നത് കൊണ്ട് തന്നെ. ഇപ്പൊ നമുക്ക് കുറച്ച് വേറൊരു സീൻ കാണിക്കുകയാണ്. എന്താണെന്ന് പറയാൻ നമ്മളുടെ ആരുമയും അവിടെ ഉണ്ട്, വട്ടാരിയും സുബാക്കിയും കോരിയും ഉണ്ട്. ആ ടൈമിൽ നമ്മളുടെ കോരി വന്നിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഒരു കോൺസേർട്ട് പെർഫോമൻസിന് വേണ്ടി നമുക്ക് 2 പേർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ നമ്മളുടെ കോരി ആണെങ്കിൽ ഈ ടൈമിൽ നമ്മളുടെ ആരുമയെ ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. അറിയാം അവൻ വരുമെന്നറിയാം, അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. സോ അങ്ങനെ ഇവർ 2 പേരും പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് കാണിക്കുകയാണ്. ആൻഡ് ഇത് നമ്മളുടെ ഹീറോക്കയോട് ആര്യമ്മ പറയുന്നതാണ്, എന്റെ ലൈഫിൽ തന്നെ എനിക്ക് ഇത്രയും ചേഞ്ച് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചതും ഞാൻ ഇത്രയും ചേഞ്ച് ആവാൻ കാരണവും കോരി എന്ന് പറഞ്ഞൊരു കുട്ടി മാത്രമാണ്. സോ അവളില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവൂലായിരുന്നു. അവളുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും നന്നായിട്ട് മാറിയതെന്നൊക്കെ നമ്മളുടെ ഹീറോക്കയോട് ആര്യമ്മ പറയുകയാണ്. സോ അടുത്ത സീൻ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കോരിയും ആര്യമ്മയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ആ ടൈമിൽ നമ്മളുടെ കോരി ആണെങ്കിൽ ആര്യമ്മയോട് ചോദിക്കുകയാണ്, നീ ഇത്രയും മ്യൂസിക് ചെയ്തില്ലേ, ആ ടൈമില് നിനക്ക് എന്താണ് തോന്നിയത്? ആര്യമ്മ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, വേറെ ഒന്നും പഠിച്ചില്ല, നമ്മൾ മ്യൂസിക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ചെയ്യുക, നമ്മളുടെ ഓഡിയൻസിന് വേണ്ടി ചെയ്യുക, നമ്മളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുക. മ്യൂസിക്കിനെ ഫീൽ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾക്ക് വേറൊരു ഓർമ്മ വരില്ല. മ്യൂസിക്കിലേക്ക് ലയിച്ച് നമ്മൾ ചെയ്തിരുന്നാൽ, മ്യൂസിക്കിലേക്ക് കറക്റ്റ് ആയിട്ട് ഫോക്കസ് കൊടുത്ത് ചെയ്താൽ നമ്മളുടെ ആ ഒരു വേൾഡ് തന്നെ ആ ടൈമിൽ മ്യൂസിക് ആയിട്ട് മാറും. നമുക്ക് മനസ്സിൽ വേറെ ഒന്നും കാണില്ലെന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മളുടെ കോരി ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, നീ ആർക്ക് വേണ്ടിയാണ് ഈ ഒരു പിയാനോ പ്ലേ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അവൻ കുറച്ചുപോലും മടിക്കാതെ ആൻസർ പറയുകയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഗൈസ്.